In nomine Patris et Filii et Spiritus Sancti. ആമേൻ. ശിഥിലീകരണ സൂനോദോസിന്റെ 14-ാമത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരിശുദ്ധ കത്തോലിക്ക സഭയെ, അതിലെ ആരാധനാക്രമങ്ങളെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനക്രമത്തെ അട്ടിമറിച്ച ഫ്രീമാസൺ അജണ്ടയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിലയിരുത്തിയത്. എന്തുകൊണ്ടാണ് പുതിയ കുർബാനക്രമം, അതായത് നോവുസ് ഓർദോ മിസ്സയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയെ അവന്റെ മനസാക്ഷി തടയുന്നത്? അഥവാ എന്താണ് നോവുസ് ഓർദോ മിസ്സയുടെ ഡിസഡ്വാൻറ്റേജസ്, കുറവുകൾ എന്നതിനെക്കുറിച്ചുമുള്ള വിശകലനത്തിന്റെ 62 കാരണങ്ങളിൽ ആദ്യത്തെ 22 പോയിന്റുകളാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1969 സെപ്റ്റംബർ 25 കർദിനൽ ഒട്ടാവാനിയും കർദിനൽ ബാച്ചിയും പോപ്പ് പോൾ ആറാമൻ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ലെറ്റർ, എ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ദ നോവുസ് ഓർദോ മിസ്സെ, പുതിയ കുർബാനക്രമത്തെക്കുറിച്ചുള്ള ലെറ്ററിനെ ആസ്പദമാക്കി ബ്രസീലിലെ കാമ്പോസ് രൂപതയിലെ വൈദികർ കമ്പൈൽ ചെയ്തതാണ് ഈ വിശകലനങ്ങൾ. ഒന്നാമത്തെ കാരണം, പുതുക്കിയ പരിശുദ്ധ കുർബാനക്രമത്തിലെ വിശ്വാസ പ്രഖ്യാപനം ദ്വയാർത്ഥത്തിലുള്ളതും അവ്യക്തവും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ലെക്സ് ഒറാന്തി, ലെക്സ് ക്രെദേന്തി. വിശ്വസിക്കുന്നതാണല്ലോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കാനും സാധിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, നോവോ ഓർദോ മിസ്സെ എന്ന പുതിയ കുർബാനക്രമം പഴയ ട്രിഡന്റൈൻ കുർബാനക്രമത്തിൽ നിന്നും അല്പം മാത്രമല്ല പൂർണ്ണമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഫണ്ടമെന്റൽ റിനോവേഷൻ ഓഫ് എ ടോട്ടൽ ചേഞ്ച്, എ ന്യൂ ക്രിയേഷൻ ആണ് മോൺസിഞ്ഞോർ അന്നിബാലെ ബുഞ്ഞിനിയുടെ നേതൃത്വത്തിൽ നടന്നത്. മൂന്നാമത്തെ കാരണം, ഒരു കത്തോലിക്ക വിശ്വാസി മരണം വരെ വിശ്വസിക്കണമെന്നും അനുസരിക്കണമെന്നും കത്തോലിക്ക തിരുസഭ നിഷ്കർഷിക്കുന്ന വിശ്വാസ സത്യങ്ങളിലും പാരമ്പര്യങ്ങളിലും മാറ്റം വരുത്തുന്നതും അവഗണിക്കുന്നതും സത്യലംഘനമോ അവിശ്വസ്തതയോ അല്ല എന്ന് വിശ്വസിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് നോവോ ഓർദോ മിസ്സയിലെ നവീകരണം. നാലാമത്തെ കാരണം, നോവസ് ഓർദോ മിസ്സെ ട്രെന്റ് സുനോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട കത്തോലിക്ക കുർബാനയുടെ ദൈവശാസ്ത്രത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണ്. ട്രെന്റ് സുനോദോസിലെ 12-ാമത്തെ സെഷനിൽ ആണ് പരിശുദ്ധ കുർബാനയ്ക്കെതിരെയുള്ള എല്ലാ പാഷാണ്ഡതകൾക്കുമെതിരായുള്ള കാനൻ എഴുതപ്പെട്ടത്. പരിശുദ്ധ കുർബാനയുടെ ഇന്റഗ്രിറ്റിയെ തകർക്കുന്ന എല്ലാ പാഷാണ്ഡതകളെയും തടയാനുള്ള ഒരു മതിൽക്കെട്ട് പോലെയുള്ള കാനൻ ആണ് ട്രെന്റ് സുനോദോസിൽ വെച്ച് എഴുതപ്പെട്ടത്. അതിനെ തുടർന്ന് പരിശുദ്ധ കുർബാനയിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല എന്ന കൽപ്പന ക്വാ പ്രിമും എന്ന ബൂള വഴി 5-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് പിന്നീട് ഒരു മാർപ്പാപ്പയ്ക്കും മാറ്റാൻ അധികാരമില്ലാതിരിക്കുകയാണ് പോൾ ആറാമൻ മാർപ്പാപ്പ മോൺസിഞ്ഞോർ അന്നിബാലെ ബുഞ്ഞിനിയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ കുർബാനക്രമം മാറ്റിയത്. അതും ഫ്രീമാസൺ അജണ്ട പ്രകാരം 6 പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരുമായി ഒത്തുചേർന്നുകൊണ്ട്. അഞ്ചാമത്തെ കാരണം, 2 കുർബാനക്രമങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോവുസ് ഓർദോ മിസ്സയിലെ മാറ്റം എന്നത് അത് പരികർമ്മം ചെയ്യുന്ന രീതിയിൽ മാത്രം വന്ന ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആയിരുന്നില്ല, മറിച്ച് പരിശുദ്ധ കുർബാനയുടെ ശാശ്വതമായ മൂല്യം, പെരേനിയൽ വാല്യൂ, പൂർണ്ണമായും മാറ്റപ്പെട്ടു. അതായത് പരിശുദ്ധ കുർബാനയുടെ മഹനീയത ഇല്ലാതാക്കും വിധത്തിലാണ്
ഈ നവീകരണം നടന്നത് എന്നർത്ഥം. ആറാമത്തെ കാരണം, സ്വതവേ വിശ്വാസം ക്ഷയിച്ചവരും മന്ദഗതിക്കാരുമായ കത്തോലിക്കർക്ക് പരിശുദ്ധ കുർബാന ക്രമത്തിലെ ഈ പുതുക്കിപ്പണിയൽ അഥവാ റിഫോർമേഷൻ, നോവുസ് ഓർദെ മിസ്സേ, അവരുടെ അലസതയെയും ശുഷ്കാന്തിയില്ലായ്മയെയും കുറെ കൂടി ആഴപ്പെടുത്തും വിധത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏഴാമത്തെ കാരണം, നോവുസ് ഓർദോ മിസ്സയ്ക്ക് ശേഷം വന്ന ആശയക്കുഴപ്പങ്ങളുടെ ഈ കാലഘട്ടത്തെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നോവുസ് ഓർദോ മിസ്സയുടെ ആവിഷ്കാരത്തിന് ശേഷം യുഎസിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 30%, ഫ്രാൻസിൽ 43%, ഹോളണ്ടിൽ 50% കുറഞ്ഞു എന്നാണ്. ഇക്കാര്യങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ മെയ് 1, 1976 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നും നോവുസ് ഓർദോ മിസ്സയുടെ പരാജയം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുവചനം തന്നെയാണ് ഈ വിലയിരുത്തലിന് അടിസ്ഥാനം. എട്ടാമത്തെ കാരണം, തിരുസഭയിലെ പാരമ്പര്യങ്ങളെ പിന്തുടരുന്ന വൈദികരെ സംബന്ധിച്ച് നോവുസ് ഓർദോ മിസ്സെ ചൊല്ലുക എന്നത് അവരുടെ മനസാക്ഷിയെ ഭാരപ്പെടുത്തുന്ന ഒന്നാണ്. ഒമ്പതാമത്തെ കാരണം, നോവുസ് ഓർദോ മിസ്സയെ പുറത്തിറക്കി 7 വർഷത്തിനുള്ളിൽ ലോകത്തിൽ വൈദികരുടെ എണ്ണം 4,13,438 നിന്നും 2,43,307 ആയി, അതായത് പകുതിയായി കുറഞ്ഞു എന്ന് ഹോളി സീ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പത്താമത്തെ കാരണം, നോവുസ് ഓർദോ മിസ്സയും പഴയ ട്രഡീഷണൽ കുർബാനയും തമ്മിൽ വന്ന ഭയാനകമായ വിള്ളൽ നികത്താൻ അജപാലന രംഗത്ത് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ അപര്യാപ്തമാണ്. 11. നോവുസ് ഓർദോ മിസ്സെ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ യഥാർത്ഥ സത്താഭേദത്തിലും റിയൽ പ്രസൻസിലുമുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നില്ല. എന്നാൽ ട്രഡീഷണൽ മാസിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ സത്താഭേദത്തിലും റിയൽ പ്രസൻസിലുമുള്ള ശാരീരിക സാന്നിധ്യത്തിലുമുള്ള വിശ്വാസം വളരെ ശക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു. 12. പരിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ട് എന്ന കത്തോലിക്ക പ്രബോധനത്തെ നോവുസ് ഓർദോ മിസ്സയിലൂടെ മാറ്റിക്കളയുകയും പ്രൊട്ടസ്റ്റന്റ് പ്രബോധനത്തോട് അനുരൂപപ്പെടുത്തി യേശുക്രിസ്തുവിന്റെ രഹസ്യാത്മിക സാന്നിധ്യം മാത്രമാണ്, മിസ്റ്റിക്കൽ പ്രസൻസ്, പരിശുദ്ധ കുർബാനയിൽ ഉള്ളത് എന്ന ആശയക്കുഴപ്പം ജനങ്ങളിൽ സൃഷ്ടിച്ചു. മിസ്റ്റിക്കൽ പ്രസൻസ് ആൻഡ് ഫിസിക്കൽ പ്രസൻസ് രണ്ട് തലമാണ്. കത്തോലിക്ക വിശ്വാസം ഫിസിക്കൽ പ്രസൻസ് ആണ്, യഥാർത്ഥ ശാരീരിക സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. 13. നോവുസ് ഓർദോ മിസ്സെ രാജകീയ പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി. 14. പ്രൊട്ടസ്റ്റന്റ് പ്രബോധനത്തോട് അനുരൂപപ്പെടുത്തിക്കൊണ്ട് പുരോഹിതന്റെ വാക്കുകളല്ല, മറിച്ച് ദൈവജനത്തിന്റെ വിശ്വാസമാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ കൊണ്ടുവരുന്നത് എന്ന പാഷാണ്ഡതയെ നോവുസ് ഓർദോ മിസ്സയിലൂടെ കത്തോലിക്ക സഭയിൽ നടപ്പിലാക്കി. 15. നോവുസ് ഓർദോ മിസ്സയിൽ പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരം കാറോസൂസ പ്രാർത്ഥന കൂട്ടിച്ചേർക്കുകയും വഴി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം മുഴുവൻ സഹകാർമ്മികരാണെന്ന പാഷാണ്ഡത കത്തോലിക്ക തിരുസഭയിൽ നിലവിൽ വരുത്തി. 16. നോവുസ് ഓർദോ മിസ്സെ ആവിഷ്കരിച്ചപ്പോൾ അതിൽ നിന്നും വൈദികർ ചെയ്യേണ്ട കോൺഫിറ്റിയോർ അഥവാ ഞാൻ പിഴയാളി നീക്കം ചെയ്യുകയും
ജനങ്ങളോട് കൂടെ ചൊല്ലുന്ന ഐ കൺഫസ്, ഞാൻ പിഴയാളി മാത്രമാക്കി മാറ്റുകയും ചെയ്തു. വിധി പറയുക, സാക്ഷ്യം നൽകുക, ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുക എന്നീ പൗരോഹിത്യ കടമകളിൽപ്പെട്ട അധികാരത്തെ മാറ്റിക്കളയുകയും ചെയ്തു. അങ്ങനെ മാർട്ടിൻ ലൂതറിന്റെയും കൂട്ടരുടെയും പൗരോഹിത്യത്തോടുള്ള വെറുപ്പിൽ നിന്നും അവർ മുന്നോട്ട് വെച്ച നയങ്ങളെ കത്തോലിക്ക തിരുസഭയിൽ പ്രായോഗികമാക്കിയതിന്റെ ഭാഗമായാണ്. 17. നോവുസ് ഓർദോ മിസ്സയിലൂടെ ജനങ്ങളെ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ സഹകാർമ്മികരാണ് എന്നത്. ഇത് കത്തോലിക്ക പ്രബോധനത്തിന് വിരുദ്ധമാണ്. 18. പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരായ ജോർജ്, ജാസ്പർ, ഷെപ്പേർഡ്, കുന്നത്ത്, സ്മിത്ത് ആൻഡ് തൂറിയൻ എന്ന 6 പേരുടെ സഹായത്തോടെയാണ് ട്രഡീഷണൽ കുർബാനക്രമത്തെ പരിഷ്കരിച്ച് നോവുസ് ഓർദോ മിസ തയ്യാറാക്കിയത്. 19. ഒഫറട്ടറി, കാഴ്ചവെപ്പ്. ട്രിഡന്റിയൻ കുർബാനക്രമത്തിൽ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ സമർപ്പണമാണ്, അതായത് ഈശോയുടെ പീഡാനുഭവത്തിന്റെ പുനരാവർത്തനമാണ്. മാർട്ടിൻ ലൂതർ തന്റെ വിപ്ലവകാലത്ത് കാഴ്ചവെപ്പിന്റെ ഭാഗം നീക്കം ചെയ്തിരുന്നു. ഇപ്രകാരം തന്നെ നോവുസ് ഓർദോ മിസ്സയുടെ വക്താക്കൾ പുതുക്കിയ കുർബാനക്രമത്തിൽ നിന്നും സാക്രിഫിഷ്യൽ പ്രൊപ്പിറ്റിയേറ്ററി ക്യാരക്ടർ ഓഫ് ദ മാസ് എടുത്തുമാറ്റി കാഴ്ച സമർപ്പണത്തെ വെറും ഒരു ഭൂമിയുടെയും മനുഷ്യന്റെയും അധ്വാന ഫലത്തിന്റെ ഒരുക്കൽ ശുശ്രൂഷ മാത്രമാക്കി മാറ്റി. ഇത് പല ഭാഷകളിലും പലതരത്തിലാണ് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. വത്തിക്കാൻ II പ്രത്യേകത അംബിഗ്വസ് ഭാഷാശൈലി അവരുണ്ടാക്കിയ ഒരു നേട്ടമാണത്. 20. കത്തോലിക്ക തിരുസഭയോട് ഏറെ വെറുപ്പുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റുകാർ നോവുസ് ഓർദോ മിസ്സയെ രൂപരേഖ ചെയ്തപ്പോൾ അതിൽ നിന്നും ഭൂരിഭാഗം കത്തോലിക്ക ദൈവശാസ്ത്ര പഠനങ്ങൾ നീക്കം ചെയ്തിരുന്നു. എന്നിട്ട് അവർക്ക് കൂടി ഉപയോഗിക്കത്തക്ക വിധം അവരുടെ പ്രൊട്ടസ്റ്റന്റ് തിയോളജി പ്രകാരം കുർബാനക്രമത്തെ മാറ്റിമറച്ചു. നോവുസ് ഓർദോ മിസ്സയുടെ പ്രൊജക്ടിന്റെ കോ കൺസൾട്ടർ ആയ പ്രൊട്ടസ്റ്റന്റ് മിനിസ്റ്റർ തൂറിയാൻ ഈ കുർബാനക്രമം മാറ്റിയതിനു ശേഷം പറഞ്ഞത്, ഇനി മുതൽ പ്രൊട്ടസ്റ്റന്റുകാർക്കും കത്തോലിക്കർക്കും ഒരുമിച്ച് ഈ കുർബാനക്രമം ഉപയോഗിച്ച് കർത്താവിന്റെ തിരുവത്താഴത്തിന്റെ ഓർമ്മയാചരണം ആചരിക്കാം എന്നാണ്. റഫറൻസ് ലാ ക്രോയിക്സ് 30th April 1969. 21. നോവുസ് ഓർദോ മിസ്സയിൽ വൈദികൻ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന രീതി വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് കുദാശ വചനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കർത്താവിന്റെ കാൽവരി ബലിയുടെ പുനരാവർത്തനം എന്ന അർത്ഥം വരുന്നതും കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ചുള്ള റിയൽ പ്രസൻസ് സൂചിപ്പിക്കുന്നതുമായ കുദാശാവചനങ്ങളിൽ മാറ്റം വരുത്തി അത് വെറുമൊരു ഓർമ്മയാചരണം മാത്രമാണ് എന്ന അർത്ഥം വരുന്ന പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരമുള്ള വചനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഉദാഹരണത്തിന് അർപ്പിക്കപ്പെടാനിരിക്കുന്ന തിരുശരീരം, ചിന്തപ്പെടാനിരിക്കുന്ന ഉടമ്പടിയുടെ പാനപാത്രം, എറ്റ്സെട്ര ആൻഡ് എറ്റ്സെട്ര. 22. നോവുസ് ഓർദോ മിസ്സയിലെ ഗുരുതരമായ മറ്റൊരു മാറ്റം പരിശുദ്ധ കുർബാന വെറും അന്ത്യത്താഴ ആചരണം മാത്രമാണ് എന്ന പ്രൊട്ടസ്റ്റന്റ് ആശയം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കത്തക്ക വിധം അതിലെ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ച് പരിശുദ്ധ കുർബാന പാപങ്ങൾ പോക്കുന്ന നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ പുനരാവർത്തനമാണ്.
ഈ കത്തോലിക്ക ഡോക്ട്രിൻ ആണ് നോവുസ് ഓർദോ മിസയിലൂടെ തകർക്കപ്പെട്ടത്. 23. നോവുസ് ഓർദോ മിസയിലൂടെ വന്ന മാറ്റങ്ങൾ. 1. അൾത്താരയ്ക്ക് പകരം തിരുവത്താഴമേശ സ്ഥാപിക്കപ്പെട്ടു. സക്രാരിക്ക് അഭിമുഖമായി നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന വൈദികൻ ജനങ്ങൾക്ക് അഭിമുഖമായി പരിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങി. 3. പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നിന്ന് നാവിൽ സ്വീകരിക്കുന്നതിന് പകരം കൈകളിൽ കൊടുക്കാൻ തുടങ്ങി. 4. പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര പഠനങ്ങൾ നോവുസ് ഓർദോ മിസയിലൂടെ കത്തോലിക്കരിലേക്ക് അവരറിയാതെ തന്നെ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. പരിശുദ്ധ കുർബാന അന്ത്യ അത്താഴം മാത്രമാണ്, കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ പുനരാവർത്തനമല്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അസംബ്ലിയുടെ ഒരു ലീഡർ അഥവാ പ്രസിഡന്റ് മാത്രമാണ്. പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവുമല്ല, മറിച്ച് ഒരു അപ്പക്കഷ്ണം മാത്രമാണ് എന്നീ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളാണ് നോവുസ് ഓർദോ മിസയിലൂടെ കത്തോലിക്ക വിശ്വാസികളിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 24. നോവുസ് ഓർദോ മിസയിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ കുർബാന യേശുക്രിസ്തു ദൈവപിതാവിന് അർപ്പിച്ച ബലിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവ എഴുതപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തെറ്റായ പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമാണ് നോവുസ് ഓർദോ മിസയിലെ പ്രാർത്ഥനകൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലാ ക്രോയിസ്, 10 ഡിസംബർ 1969. 25. നോവുസ് ഓർദോ മിസയുടെ ആവിഷ്കാരത്തിൻ്റെ പരിണിതഫലമെന്താണ്? വലിയൊരു വഴിത്തെരുവിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഒന്നുകിൽ നോവുസ് ഓർദോ മിസയിലെ ആരാധനയിലൂടെ ഒരു പ്രൊട്ടസ്റ്റന്റായി ജീവിക്കുക, അല്ലെങ്കിൽ ട്രഡീഷണൽ കുർബാനയിലൂടെ പരമ്പരാഗതമായ നമ്മുടെ കത്തോലിക്ക വിശ്വാസം കാത്തു സംരക്ഷിക്കുക. ഈ 2 വഴികളിൽ ഏതെങ്കിലും ഒന്ന് നാം തിരഞ്ഞെടുത്തേ മതിയാകൂ. കാരണം ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദേന്തി, വിശ്വസിക്കുന്നതാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കാനും സാധിക്കുകയില്ല എന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞതാണ്. 26. പരിശുദ്ധ കുർബാനയ്ക്ക് പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് നിർവചനമാണോ നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് നോവുസ് ഓർദോ മിസയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരിക്കുന്ന നിർവചനം. അതായത് കർത്താവിൻ്റെ തിരുവത്താഴം, വിശുദ്ധ കൂട്ടായ്മ, വിശുദ്ധ ഭോജനാചരണം, അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ കർത്താവിൻ്റെ തിരുവത്താഴത്തെ അനുസ്മരിക്കാൻ നടത്തപ്പെടുന്ന ദൈവജനത്തിൻ്റെ കൂട്ടായ്മ എന്നിങ്ങനെ നീളുന്നു ഈ നിർവചനങ്ങൾ. റെഫറൻസ്: ഇൻട്രൊഡക്ഷൻ ടു ദ ന്യൂ മിസാൽ, ഡിഫൈനിങ് ദ ന്യൂ മാസ്, പാരാ 7, 6th April 1969. 27. തിരുവചനം ഇപ്രകാരം പറയുന്നു: Cursed be the double tongue, for they destroy the peace of many. Sirach 28:13. പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് എന്ന്. അവസരമനുസരിച്ച് മാറ്റി പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന വചനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൊട്ടസ്റ്റന്റുകാരെയും കത്തോലിക്കരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തും വിധത്തിൽ ബഹുമുഖമായി വ്യാഖ്യാനിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരുതരം അംബീഗ്വസ് ഭാഷാശൈലിയാണ്, അത് വത്തിക്കാൻ II ശൈലി എന്ന് വേണമെങ്കിൽ പറയാം, നോവുസ് ഓർദോ മിസെ വിശദീകരിച്ചിരിക്കുന്നത്. ദൈവം ഒരു തരത്തിലുള്ള ഹൈപ്പോക്രസിയും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരം സമീപനങ്ങൾ ദൈവത്തെ
അവഹേളിക്കുന്നതിന് തുല്യമാണ്. 28. പരമ്പരാഗതമായി കത്തോലിക്ക തിരുസഭയിൽ ഉപയോഗിച്ചിരുന്നതും എല്ലാവർക്കും അറിയാവുന്നതും ഭക്തിസാന്ദ്രവുമായി എഴുതപ്പെട്ടതുമായ ആരാധനാഗീതങ്ങൾ നോവൂസ് ഓർദോ മിസയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുകയും പകരം പ്രൊട്ടസ്റ്റന്റ് പാട്ടുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഗ്രിഗോറിയൻ ചാൻറ്റും ഹെവൻലി മ്യൂസിക്സും എല്ലാം എടുത്തു മാറ്റി അതിന് പകരം ചടുലതയുള്ളതും റോക്ക് മ്യൂസിക്കിനും ബ്രേക്ക് ഡാൻസിനും ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ ഉപയോഗിച്ച് പാട്ടുപെട്ടിയും എല്ലാം ഉപയോഗിച്ച് പ്രൊട്ടസ്റ്റന്റുകാരുടെ പാട്ടുകൾ യുവജനങ്ങളെ ഹരം പിടിപ്പിക്കുന്ന പാട്ടുകൾ ആണ് ഇപ്പോൾ നമുക്ക് കുർബാന മധ്യേ കേൾക്കാൻ സാധിക്കുന്നത്. ഈ പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിസരബോധം വരെ നഷ്ടപ്പെട്ടിരിക്കും. പരിസര കുർബാനയിൽ തന്നെയാണോ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധം വികാരഭരിതമാണ് ഇത്തരം പാട്ടുകൾ. 29. നോവൂസ് ഓർദോ മിസയിൽ ഉപയോഗിച്ചിരിക്കുന്ന അംബിഗ്വിറ്റീസ് അഥവാ അവ്യക്ത ഭാഷാശൈലി എന്ന് വെച്ചാൽ ഒരു കാര്യം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന രീതി വളരെ തന്ത്രപൂർവമാണ് പാഷാണ്ഡതയിലേക്ക് നയിക്കുന്നത്. ഇത്തരം അംബിഗസ് ഭാഷാശൈലി പാഷാണ്ഡതയേക്കാൾ അപകടകാരികളാണ് എന്നോർക്കുക. കാരണം സത്യത്തോട് സാദൃശ്യം തോന്നിക്കത്തക്ക വിധത്തിലാണ് ഇത്തരം പാഷാണ്ഡതകളുടെ കടന്നുകയറ്റം. 30. യേശുക്രിസ്തുവിന് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ, അത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. അതുകൊണ്ട് അവളുടെ ആരാധന അവളോട് ശത്രുതയുള്ള മതങ്ങളോടൊപ്പമാകരുത്. നോവൂസ് ഓർദോ മിസയിലാകട്ടെ സഭയുടെ ശത്രുക്കളായ വിഘടിത ശീഷ്മാറ്റിക് സഭകളോടൊപ്പം തിരുസഭ ആരാധിക്കത്തക്ക വിധം ആരാധനക്രമങ്ങൾ മാറ്റിയിരിക്കുന്നു. കൂടാതെ ഇൻകൾച്ചറൈസേഷൻ സാംസ്കാരിക നിരൂപണത്തിൻ്റെ ചുവട് പിടിച്ച് മതാനുകരണവും ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു. ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുർബാന മധ്യേ വിജാതിയർ അവരുടെ ദേവീദേവന്മാരെ ആരാധിക്കുന്ന രീതികൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കേരളം അതിലും അഡ്വാൻസായി യോഗയിലൂടെ ആത്മസായുജ്യം, ആത്മരക്ഷ പ്രാപിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന കുറേ വൈദികർ യോഗ കുർബാനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. 31. നോവൂസ് ഓർദോ മിസയിൽ ക്രാൻമേഴ്സ് ഹെറിറ്റിക്കൽ ആംഗ്ലിക്കൻ മാസ് അഥവാ ആംഗ്ലിക്കൻ പാഷാണ്ഡത കുർബാനയുടെ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോവൂസ് ഓർദോ മിസയെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഹെറിറ്റിക്സിൻ്റെ അഥവാ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അതേ രീതികളാണ്. 32. ആംഗ്ലിക്കൻ ശീഷ്മയുടെ കാലത്ത് അവരുടെ പുതുക്കിയ ആരാധനാക്രമത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായ അനേകം കത്തോലിക്ക വിശ്വാസികളെ തിരുസഭ ഇന്ന് വണങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ആരാധനാ രീതികൾ ഉൾപ്പെടുത്തി നവീകരിക്കപ്പെട്ട നോവൂസ് ഓർദോ മിസയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒരു യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയെ അവൻ്റെ മനസാക്ഷി തന്നെ തടയുന്നു. 33. നോവൂസ് ഓർദോ മിസയും പ്രൊട്ടസ്റ്റന്റ് ആരാധനാക്രമങ്ങളും ഒരുപോലെയാക്കപ്പെട്ടത് കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ഒരു സ്കാൻഡലാണ്, ഇടർച്ചയാണ്. അവിടെ ആരാധിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും ആരാധിക്കുന്നത്. കാരണം കത്തോലിക്ക തിരുസഭയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന അവസ്ഥയാണ് നോവൂസ് ഓർദോ മിസയിലൂടെ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വന്ന ജൂലിയൻ ഗ്രീൻ ചോദിച്ചത്, വൈ ഡിഡ് വി കൺവേർട്ട്? എന്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ കത്തോലിക്ക തിരുസഭയിലേക്ക് മാനസാന്തരപ്പെടണം എന്നാണ്. 34. നോവൂസ് ഓർദോ മിസയെ ആവിഷ്കരിക്കപ്പെട്ടതിന് ശേഷം കത്തോലിക്ക തിരുസഭയിലേക്ക് മാനസാന്തരങ്ങൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്തത് എന്നാണ്. പ്രതിവർഷ കണക്കുകൾ സൂചിപ്പിക്കുന്നത്
അമേരിക്കയിൽ തന്നെ ഒരു വർഷത്തിൽ 1,00,000 മാനസാന്തരങ്ങൾ ഉണ്ടായിരുന്നത് 10,000-ത്തേക്കാൾ കുറഞ്ഞു. കത്തോലിക്ക തിരുസഭയിലേക്ക് വരുന്നവരേക്കാൾ കൂടുതൽ സഭ വിട്ടു പോകുന്നവരാണ് ഇന്ന്. 35. ട്രഡീഷണൽ മാസ് അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവരെ യഥാർത്ഥ ഭക്തിയിൽ വളർത്തുകയും ഈശോയുടെ ശരീര രക്തങ്ങളാൽ സമൃദ്ധമായി പോഷിപ്പിക്കുകയും ചെയ്തു എന്ന് പോൾ 6 മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ മിസാനെ റൊമാനം പോപ്പ് പോൾ 6. 36. ട്രഡീഷണൽ കുർബാന പരികർമ്മം ചെയ്തിരുന്ന കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക എന്നത്. എന്നാൽ നോവുസ് ഓർദോ മിസയിലെ പല രീതികളും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവയാണ്. ഉദാഹരണം, കുർബാന കൈകളിൽ സ്വീകരിക്കുക, പരിശുദ്ധ കുർബാന ആത്മായരിലൂടെയും സ്ത്രീകളിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും വിതരണം ചെയ്യുക, ഗ്ലോവ്സ് ഇട്ട കൈകളിൽ ദിവ്യകാരുണ്യ വിതരണം ചെയ്യുക, കൊടിലുപയോഗിച്ച് വിതരണം ചെയ്യുക, മെഷീൻ ഉപയോഗിച്ച് വിതരണം ചെയ്യുക, കവറുകളിൽ പാക്കറ്റായി പള്ളിയുടെ പുറത്തിരിക്കുന്ന ഡെസ്കിൽ വെച്ചിട്ട് കുർബാന കഴിഞ്ഞ് പോകുന്നവർ ഒരു കവർ എടുത്തുകൊണ്ട് പോയി അവരുടെ കാറുകളിൽ ഇരുന്ന് അത് ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുന്നതിന് ശേഷം കവർ വലിച്ചെറിയുന്നു. അതിനകത്ത് എന്തുമാത്രം തിരുവോസ്തിയുടെ കഷ്ണങ്ങളുണ്ടായിരിക്കാം. ഓരോ പൊടിയും യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതാണ് കത്തോലിക്ക തിരുസഭ. യേശുവിനെ ഇത്രയും അപമാനിച്ച ഒരു ചരിത്രം സഭയിലുണ്ടായിട്ടില്ല. നോവുസ് ഓർദോ മിസയുടെ അവതരണ രീതി തന്നെ ട്രഡീഷണൽ കുർബാന ക്രമത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ പുതിയ ആരാധനാക്രമം ജനങ്ങളെ ഒരു പുതിയ വിശ്വാസ രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അവതരിപ്പിക്കുന്ന ഒരു പുതുമ കത്തോലിക്ക വിശ്വാസമേ അല്ല. നോവുസ് ഓർദോ മിസെ മോഡേണിസത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. മോഡേണിസ്റ്റ് ആശയങ്ങളും രീതികളുമാണ് നോവുസ് ഓർദോ മിസയിൽ ഉള്ളത്. മാത്രമല്ല, അവ്യക്തമായ ടെർമിനോളജികൾ ഉപയോഗിച്ച് നോവുസ് ഓർദോ മിസയുടെ വക്താക്കൾ മോഡേണിസത്തെ തിരുസഭയിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുന്നു. 38. പരിശുദ്ധ കുർബാനയോട് വിശ്വാസമില്ലായ്മയും ബഹുമാനമില്ലായ്മയും ആഗോള കത്തോലിക്ക തിരുസഭയിൽ ഒരു അർബുദം പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? നോവുസ് ഓർദോ മിസയെ പരികർമ്മം ചെയ്യുന്നതിൽ യൂണിറ്റി ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നില്ല എന്നത് തന്നെ. ഓരോ വൈദികനും അവരവരുടെ ഭാവനയ്ക്കും ക്രിയാത്മകതയ്ക്കും അനുസൃതമായി ആരാധനാക്രമങ്ങളിൽ മാറ്റം വരുത്താൻ നോവുസ് ഓർദോ മിസെ വൈദികരെ അനുവദിക്കുന്നുണ്ട് എന്നത് ഏറെ അപകടമാണ്. ഉദാഹരണം, ഓരോ രൂപതയിലെ ഇടവകകളും പല വിധത്തിൽ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നത്. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ കുർബാന അർപ്പിക്കുന്നത് പോലെയല്ല സീറോ മലബാറിൽ, എറണാകുളവും ഇരിഞ്ഞാലക്കുടയും തൃശ്ശൂരും പാലക്കാടും അർപ്പിക്കുന്നത്. ഒരു രൂപതയിൽ തന്നെ പല ഇടവകയിലെ വൈദികർ പലതരത്തിൽ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഒരു വിചിത്ര പ്രതിഭാസമാണ്. 39. പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന വളരെയധികം കാത്തലിക് തിയോളജിയൻസും കാനോണിസ്റ്റും വൈദികരും
നോവുസ് ഓർദെമിസെ അംഗീകരിക്കുന്നില്ല. അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം ബോധപൂർവം നോവുസ് ഓർദെമിസെ പരികർമ്മം ചെയ്യാൻ അവരുടെ മനസാക്ഷി അവരെ അനുവദിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ വിശകലനം ചെയ്തതാണ്. ലെക്സ് ഒറാന്തി, ലെക്സ് ക്രദേന്തി. നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു വൈദികൻ ഒരിക്കൽ പ്രൊട്ടസ്റ്റന്റുകാരെ പോലെ പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ കത്തോലിക്ക തിരുസഭയിൽ വിശ്വസിക്കാനും സാധിക്കുകയില്ല. 40 നോവുസ് ഓർദെമിസയിൽ നിന്നും ജെനുഫ്ലക്ഷൻസ് ഇല്ലാതാക്കി 33 പ്രാവശ്യം മുട്ടുകുത്തി ആരാധിച്ചിരുന്നത് 3 പ്രാവശ്യമായി കുറച്ചു. അടുത്തതാണ് വൈദികരുടെ വിരലുകളുടെ ശുദ്ധീകരണം. അതായത് ഈ കുദാശാവചനങ്ങളുടെ പരികർമ്മത്തിന് ശേഷം കൈവിരലുകൾ, നമ്മൾ തന്തവിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് സൂക്ഷിക്കേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലേതുപോലെ. അതായത് തന്തവിരലും ചൂണ്ടുവിരലും കൂട്ടിച്ചേർന്ന് തിരുവോസ്തി പിടിച്ചതിന് ശേഷം ഈ വിരലുകൾ കൊണ്ട് മറ്റൊന്നും തൊടാൻ പാടില്ല. പരിശുദ്ധ കുർബാന കൊടുത്തതിന് ശേഷം ആ വിരലുകൾ കാസയിൽ തന്നെ കഴുകി തുടച്ചതിന് ശേഷമേ കൈവിരലുകൾ വിടർത്തുകയുള്ളൂ. ഈ ഒരു കാര്യം നോവുസ് ഓർദെമിസയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. വിശുദ്ധരുടെ തിരുശേഷിപ്പ് പതിപ്പിച്ച ബലിയർപ്പണ കല്ലുകളുള്ള അൾത്താരകൾ നോവുസ് ഓർദെമിസയിൽ ഇല്ല. 3 അൾത്താര വിരികൾ ഇടുന്ന രീതിയിൽ നിന്നും മാറി ഒരു വിരി മാത്രം ഇടുന്ന രീതി വന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യം, റിയൽ പ്രസൻസ് പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന വിശ്വാസത്യം നോവുസ് ഓർദെമിസയിലൂടെ വളരെ വിദഗ്ധമായി തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. 41 ട്രഡീഷണൽ കുർബാനക്രമം ക്രോഡീകരിച്ചത് വിശുദ്ധനായ 5-ാം പീയൂസ് മാർപ്പാപ്പയാണ്. പരിശുദ്ധമായ പാരമ്പര്യങ്ങളിലൂടെ പരിപോഷിക്കപ്പെട്ടതും പക്വതയാർജിച്ചതുമായ ഈ കുർബാനക്രമത്തിൻ്റെ രൂപീകരണം നൂറ്റാണ്ടുകളിലൂടെ നടന്നതാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ അമൂല്യമായി കാത്തുസൂക്ഷിച്ചിരുന്ന ഈ കുർബാനക്രമമാണ് ഫ്രീമാസൺ ലോഡ്ജിലെ അംഗമായിരുന്ന മോൺസിഞ്ഞോർ അന്നി ബലേമുഞ്ഞിനിയും 6 പ്രൊട്ടസ്റ്റന്റുകാരും ചേർന്ന് പരിഷ്കരിക്കുകയും ഇന്ന് നാം കാണുന്ന പ്രൊട്ടസ്റ്റന്റ് ആശയപ്രകാരമുള്ള നോവുസ് ഓർദെമിസയായി രൂപാന്തരപ്പെടുകയും ചെയ്തത്. മോൺസിഞ്ഞോർ അന്നി ബലേമുഞ്ഞിനി ഫ്രീമാസൺ ലോഡ്ജിലെ 33-ാം ഗ്രേഡ് വരെ എത്തിയ ഒരു മാസ്റ്റർ ഫ്രീമാസൺ ആയിരുന്നു എന്നത് നമ്മെ അതിശയിപ്പിക്കണം. നോവുസ് ഓർദെമിസയുടെ ആവിഷ്കാരത്തിന് ശേഷം തൻ്റെ ഫ്രീമാസൺ ലോഡ്ജ് ബന്ധത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം വത്തിക്കാനിൽ നിന്നും നാട് കടത്തപ്പെട്ടു. 42 നോവുസ് ഓർദെമിസെ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതിൽ തന്നെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വാധീനം ലാറ്റിൻ ടെക്സ്റ്റിൽ വരെയുണ്ട്. 43 നോവുസ് ഓർദെമിസയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അംബിഗസ് ഭാഷാശൈലിയാണെന്ന് നാം കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പല പ്രാവശ്യം വിശകലനം ചെയ്തതാണ്. പരിശുദ്ധ കുർബാനയിൽ നടക്കുന്ന കോൺസെക്രേഷനെ അസാധുവാക്കത്തക്ക വിധത്തിലുള്ള ഗൗരവമായ അപകടങ്ങളിലേക്ക് നയിക്കാൻ തന്നെയും ഈ ഭാഷാശൈലി വഴിയൊരുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മേൽ ദൈവകോപം വരുത്തിവെക്കുന്നു. ചോദ്യം ഇതാണ്, ട്രഡീഷണൽ കുർബാനക്രമത്തെപ്പറ്റി ഫോർമേഷൻ ലഭിക്കാത്ത പുതിയ തലമുറയിലെ വൈദികരും നോവുസ് ഓർദെമിസെ പ്രാക്ടീസ് ചെയ്യുന്നവരും ചെയ്യുന്ന കോൺസെക്രേഷൻ സാധുവാണോ എന്നത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അവർ പറയുന്നത് തങ്ങൾ അനുസരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന പേരിലാണ്. 44 ജനം തങ്ങളുടെ പാപനിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യമാണിത്.
എന്തുകൊണ്ടാണ് ഇവിടെ ഈ വചനത്തിൻ്റെ പ്രസക്തി? ട്രഡീഷണൽ കുർബാന നിർത്തലാക്കിയത് ദാനിയേൽ പ്രവാചകന്റെ മേൽപ്പറഞ്ഞ പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലായിരുന്നു എന്ന് തന്നെയും പല ട്രഡീഷണൽ കർദിനാൾമാരും ആശങ്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹപ്രദവും അമൂല്യവുമായ ഒരേ ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. ഈ കൃപാവരം മനുഷ്യർക്ക് ലഭ്യമാക്കാതെ തടയുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവൻ പാഷാണ്ടികളെയും ശീഷ്മക്കാരെയും ഉപയോഗിച്ച് പരിശുദ്ധ കുർബാനയെ തകർക്കാൻ ശ്രമിക്കുന്നതും. 45. ഇന്നും ട്രഡീഷണൽ കുർബാനക്രമം തുടർന്നു കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ ട്രഡീഷണൽ മാസിനെ പ്രിസർവ് ചെയ്തിട്ടുള്ള എല്ലായിടത്തും ജനങ്ങളുടെ വിശ്വാസവും തീക്ഷ്ണതയും ഇന്നും കത്തിജ്വലിക്കുന്നുണ്ട് എന്നാണ് സർവേയിൽ തെളിയുന്നത്. എന്നാൽ നോവുസ് ഓർദോ മിസ്സെ ഉപയോഗിക്കുന്നിടത്ത് ജനപങ്കാളിത്തം കുറവുള്ളതായും അവരുടെ വിശ്വാസം തന്നെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും മനസ്സിലാക്കാൻ സാധിക്കും. റിപ്പോർട്ട് ഓൺ ദ മാസ്, ഡയസിസ് ഓഫ് കാമ്പോസ്, റോമ, ബ്യൂണസ് എയർസ്, 69 8/81. 46. നോവുസ് ഓർദോ മിസ്സയുടെ കൂടെ പല പുതുമകളും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ വേദപാഠം, പുതിയ ധാർമ്മികത, പുതിയ പ്രാർത്ഥനകൾ, പുതിയ കാനൻ നിയമങ്ങൾ, പുതിയ കലണ്ടർ, എറ്റ്സെട്ര ആൻഡ് എറ്റ്സെട്ര. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പഴയ പാരമ്പര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വേർപെട്ട പോലെ ഒരു പുതിയ സഭ. ഹെർമനോട്ടിക്കൽ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. എ ന്യൂ ചർച്ച്. മോൺസിഞ്ഞോർ ഡയർ, ആർച്ച് ബിഷപ്പ് ഓഫ് ബർമിംഗ്ഹാം, സ്പോക്സ്മാൻ ഓഫ് എപ്പിസ്കോപ്പൽ സിനഡ്, നോവുസ് ഓർദോ മിസ്സയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: The liturgical reform, do not be deceived. This is where the revolution begins. ആരാധനാക്രമങ്ങളുടെ പുതുക്കിപ്പണിയിൽ നടന്നിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിപ്ലവത്തിൻ്റെ ആരംഭം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം. നിങ്ങൾ സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 47. പഴയ കുർബാനക്രമം അഥവാ ട്രഡീഷണൽ കുർബാന വളരെ മനോഹരമായും ഭക്തിസാന്ദ്രമായും ഒരുക്കപ്പെട്ടതായിരുന്നു. വിശ്വാസികളെ ഏറെ ആകർഷിക്കുമായിരുന്നു. എന്നാൽ നോവുസ് ഓർദോ മിസ്സയ്ക്ക് അതിൽ തന്നെ ഒരിക്കലും ആത്മാക്കളെ ആകർഷിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള പല പുതുമകളും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും കണ്ടുപിടിക്കേണ്ടതായി വരുന്നത്. ഇത്തരം പരിപാടികൾക്കുള്ള വേദിയായി ദേവാലയം മാറ്റപ്പെടുന്നു. 48. 5-ാം പീയൂസ് മാർപ്പാപ്പയും 12-ാം പീയൂസ് മാർപ്പാപ്പയും ശപിച്ചു തള്ളിയ അനേകം തെറ്റുകളെ മാംസം ധരിപ്പിച്ചുകൊണ്ടാണ് നോവുസ് ഓർദോ മിസ്സയുടെ രംഗപ്രവേശം. ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാന മറ്റ് പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുന്നതും കോൺസെക്രേഷൻ വാക്കുകൾ ഉറക്കെ ഉച്ചരിക്കുന്നതും ട്രെൻഡ് സുനോദോസിലെ 5-ാം പീയൂസ് മാർപ്പാപ്പ ശപിച്ചു തള്ളിയിരുന്നു. കണ്ടംനേഷൻ ഓഫ് ജാൻസനിസ്റ്റ് സിനഡ് ഓഫ് പിസ്തോയിയ. അൾത്താര വെറുമൊരു മേശയുടെ രൂപത്തിൽ ഉണ്ടാക്കുന്നതിനെ 12-ാം പീയൂസ് മാർപ്പാപ്പ ശപിച്ചു തള്ളിയിരുന്നു. റെഫറൻസ് മെഡിയേറ്റർ ദെയ്. 49. നോവുസ് ഓർദോ മിസ്സെ കത്തോലിക്ക തിരുസഭയെ ഒരു പുതിയ വ്യാജ എക്യുമെനിക്കൽ സഭയായി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് തിരുസഭ തെറ്റായതും ശരിയായതും സത്യമായതും എറേഴ്സ് ഉള്ളതുമായ എല്ലാ മതങ്ങളെയും എല്ലാ ഐഡിയോളജികളെയും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയത്. നൂറ്റാണ്ടുകളായി തിരുസഭയുടെ ശത്രുക്കളുടെ സ്വപ്നമായിരുന്നു ഇത്തരം ഒരവസ്ഥയിലേക്ക് തിരുസഭയെ എത്തിക്കുക എന്നത്. 50. നോവുസ് ഓർദോ മിസ്സയുടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, വൈദികർ തനിയെ നോവുസ് ഓർദോ മിസ്സെ ചൊല്ലുമ്പോൾ അവസാന ഭാഗത്തു നിന്നും അതാത് വിശുദ്ധരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള ഫൈനൽ ബ്ലെസ്സിങ് നീക്കം ചെയ്തു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ അവസാന ഭാഗത്ത് പറയുന്ന പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ സത്യം നോവുസ് ഓർദോ മിസ്സയിലൂടെ തിരസ്കരിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്നും വെളിപ്പെടുന്നത്. 51. നോവുസ് ഓർദോ മിസ്സയിലൂടെ അൾത്താരയും സക്രാരിയും തമ്മിൽ വേർതിരിക്കപ്പെട്ടു.
thus marking a division between Christ in his priest and sacrifice on the altar from Christ in his real presence in the tabernacles, two things which of their very nature must remain together. 12-ാം പീയൂസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിവ. അൾത്താരയും സക്രാരിയും തമ്മിൽ വേർതിരിക്കപ്പെടുക എന്നാൽ ക്രിസ്തുവിനെ തന്നെ രണ്ടായി മുറിച്ചു മാറ്റുന്നത് പോലെയാണ്. അഥവാ ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെയും തിരുബലിയർപ്പണത്തെയും പ്രതിനിധീകരിക്കുന്ന അൾത്താരയെയും അവിടുത്തെ ശാരീരിക സാന്നിധ്യമുള്ള സക്രാരിയെയും തമ്മിൽ വേർതിരിക്കുക എന്നർത്ഥം. ഇവ രണ്ടും ഒരേ ശരീരമാകയാൽ ഇവ രണ്ടും ഒരുമിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 52. നോവുസ് ഓർദോ മിസ്സയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത് ഒരു വെർട്ടിക്കൽ വർഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ അല്ല, മറിച്ച് എ ഹൊറിസണ്ടൽ വർഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ ആണ്. 53. നോവുസ് ഓർദോ മിസ്സെ ആവിഷ്കരിച്ചത് തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തീരുമാനങ്ങളോട് ചേരും വിധത്തിലാണെന്ന് പറഞ്ഞാണ്. എന്നാൽ ഈ പ്രസ്താവന അതിൽ തന്നെ വൈരുദ്ധ്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കാണാം. Since the council itself declared its desire to conserve and promote the traditional rite, അതായത് ട്രഡീഷണൽ കുർബാനക്രമത്തെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യും എന്നായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ എടുത്ത തീരുമാനം. ഈ തീരുമാനത്തിന് എതിരായിട്ടാണ് നോവുസ് ഓർദോ മിസ്സെ ആവിഷ്കരിക്കപ്പെട്ടത്. 54. Because the traditional Latin Mass of Pope Saint Pius V has never been legally abrogated and therefore remains a true rite of the Roman Catholic Church by which the faithful may fulfill their Sunday obligation. അതായത് നോവുസ് ഓർദോ മിസ്സെ നടപ്പിലാക്കിയെങ്കിലും 5-ാം പീയൂസ് മാർപ്പാപ്പയാൽ ക്രോഡീകരിക്കപ്പെട്ട ട്രഡീഷണൽ കുർബാനക്രമം ഒരിക്കലും നിയമപരമായി റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് അവൻ്റെ ഞായറാഴ്ച കടം പൂർണ്ണമായും ഒഴിവാക്കത്തക്ക വിധം ഞായറാഴ്ചകളിലെങ്കിലും ട്രഡീഷണൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു ലാറ്റിൻ റീത്ത് അംഗത്തെ സംബന്ധിച്ച് ഞായറാഴ്ച നോവുസ് ഓർദോ മിസ്സയിൽ പങ്കെടുക്കുന്നത് മൂലം ഞായറാഴ്ച കടത്തിൽ നിന്നും ഇളവ് കിട്ടുന്നില്ല, കടം നിലനിൽക്കും. 55. Pope Saint Pius V granted a perpetual indult valid for always to celebrate the traditional mass freely, licitly, without scruple of conscience, punishment, sentence or censure. അതായത് സ്വതന്ത്രമായും മനസാക്ഷിക്കുത്തു കൂടാതെയും ശിക്ഷാവിധിയെയോ മറ്റുള്ളവരുടെ നിരീക്ഷണത്തെയോ ഭയപ്പെടാതെയും നിയമപരമായി തന്നെ സ്വതന്ത്ര മനസ്സോടെ ട്രഡീഷണൽ കുർബാനക്രമം സാധുവായി തന്നെ എക്കാലവും പരികർമ്മം ചെയ്യാനുള്ള നിത്യപ്പൊറുതി വിശുദ്ധ 5-ാം പീയൂസ് മാർപ്പാപ്പ ക്വാപ്രീമും എന്ന ബൂള വഴി വൈദികർക്ക് നൽകിയിട്ടുണ്ട്. 56. Pope Paul VI, when promulgating the new mass, himself declared, the rite by itself is not a dogmatic definition. 19th November 1969. നോവുസ് ഓർദോ മിസ്സെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് 1969 നവംബർ 19 പോൾ ആറാമൻ മാർപ്പാപ്പ ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി. ദ റൈറ്റ് ബൈ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ ഡോഗ്മാറ്റിക് ഡെഫിനിഷൻ. അതായത് നോവുസ് ഓർദോ മിസ്സെ ആരാധനാക്രമം ഡോഗ്മാറ്റിക് അല്ല എന്ന്. 57. അങ്ങ് ട്രഡൻറ്റൈൻ അഥവാ ട്രഡീഷണൽ ആരാധനാക്രമം റദ്ദാക്കുകയോ വിലക്കേർപ്പെടുത്തുകയോ ചെയ്യുമോ എന്ന് ഒരിക്കൽ ഇംഗ്ലണ്ടിലെ കർദിനാൾ ഹിനാൻ പോൾ ആറാമൻ മാർപ്പാപ്പയോട് ചോദിച്ചു. അതിന് അദ്ദേഹം നൽകിയ മറുപടി ട്രഡീഷണൽ ആരാധനാക്രമം റദ്ദാക്കാനോ അതിനെ വിലക്കേർപ്പെടുത്താനോ തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. 58. ട്രഡീഷണൽ കുർബാനക്രമത്തിൽ ലിബ്രാനോസ് എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും
അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും പേരുകൾ പറഞ്ഞ് അവരുടെ മധ്യസ്ഥം യാചിച്ചിരുന്നു. പ്രത്യേകിച്ച് ദുരന്തങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. Deliver us, we beseech thee, O Lord, from all evils, past, present, and to come, and by the intercession of the blessed and glorious ever Virgin Mary, Mother of God, together with thy blessed apostle Peter and Paul and Andrew, and all the saints, mercifully grant peace in our days, that through the bounteous help of thy mercy we may be always free from sin and safe from all disquiet. Through the same Christ, thy Son, our Lord, who is God, living and reigning with thee in the unity of the Holy Spirit, world without end. ഈ കഴിഞ്ഞ COVID-19 തുടങ്ങിയ സമയത്ത്, നോമ്പുകാലത്ത് ഈ പ്രാർത്ഥന ചൊല്ലാൻ വത്തിക്കാനിൽ അനുവാദമുണ്ടായിരുന്നില്ല എന്നതിനെക്കുറിച്ച് ന്യൂസ് പേപ്പറിലെല്ലാം നിങ്ങൾ വായിച്ചു കാണും. എന്തുകൊണ്ടാണ് അത് ചൊല്ലാൻ അനുവദിക്കാതിരുന്നത് എന്ന് നമ്മൾ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തണം. നോവസ് ഓർദോ മിസയിൽ ലിബ്രാനോസ് എന്ന പ്രാർത്ഥനയുണ്ട്. എന്നാൽ അതിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും പേരുകൾ പറഞ്ഞ് അവരുടെ മധ്യസ്ഥം യാചിക്കുന്ന പ്രാർത്ഥന നീക്കം ചെയ്തിരിക്കുന്നു. അത് ഇങ്ങനെയാണ്: Deliver us, Lord, we pray, from every evil. Graciously grant peace in our days, that by the help of your mercy we may be always free from sin and safe from all distress, as we wait the blessed hope and coming of our Savior Jesus Christ. 59. നോവസ് ഓർദോ മിസയിൽ 3 പുതിയ യൂക്കറിസ്റ്റിക് പ്രാർത്ഥനകളുണ്ട്. ഇതിൽ ഒരു സ്ഥലത്തും മരിച്ചുപോയ വിശ്വാസികളുടെ ആത്മാക്കളുടെ സഹനത്തെ പറ്റിയുള്ള സൂചനകളില്ല. അതിൻ്റെ ഓർമ്മ ആചരണമില്ല. ഇതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ രക്ഷാകര സ്വഭാവത്തെ കുറച്ചു കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. 60. ആഗോള കത്തോലിക്ക തിരുസഭയെ ഭരിക്കാനും നയിക്കാനും മാർപ്പാപ്പയ്ക്കുള്ള അധികാരം നാം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. But we know that even this authority cannot impose upon us a practice which is so clearly against the faith. കത്തോലിക്ക വിശ്വാസത്തിന് എതിരായതെന്ന് വ്യക്തതയുള്ള ഒരു കാര്യം വിശ്വാസികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമില്ല. A mass that is equivocal and favoring heresy and therefore disagreeable to God. ഒരു പരിശുദ്ധ കുർബാനക്രമത്തിൽ പാഷാണ്ഡതയോ അല്ലെങ്കിൽ പാഷാണ്ഡതയിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കേയില്ല. 61. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്: വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായി വരുന്ന ഓരോ മാർപ്പാപ്പയ്ക്കും അവരവരുടെ വ്യക്തിപരമായ സ്വകാര്യ വെളിപാടനുസരിച്ച് പുതിയ പ്രബോധനം നിർമ്മിക്കാനുള്ള അധികാരവും അവകാശവും സഹായവും പരിശുദ്ധാത്മാവും നൽകുന്നില്ല. മറിച്ച് അപ്പോസ്തലന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസ സമാഹാരം ഡിപ്പോസിത്തും ഫിദൈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കളങ്കമേശാതെ അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടെ കാത്തു സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് പരിശുദ്ധാത്മാവ് ഓരോ മാർപ്പാപ്പയ്ക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. Because as stated in Vatican Council 1, the Holy Spirit was not promised to the successors of Peter that by his revelation they might make new doctrine, but that by his assistance they might inviolably keep and faithfully expound the revelation or deposit of faith delivered through the apostles. 62. Because heresy, or whatever clearly favors heresy, cannot be a matter for obedience. Obedience is at the service of faith, and not faith at the service of obedience. In this foregoing case, then, one must obey God before man.
ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5. നോവസ് ഓർദോ മിസയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് മനസാക്ഷിക്കുത്ത് ഉണ്ടാകണം. കാരണം ഒരു പാഷാണ്ഡതയെയോ പാഷാണ്ഡതയിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങളോ അധികാരികൾ ആവിഷ്കരിച്ചാൽ അത് അനുസരിക്കാൻ ഒരു വിശ്വാസിയും കടപ്പെട്ടിട്ടില്ല. അനുസരണം വിശ്വാസത്തെ പോഷിപ്പിക്കുന്നതിനാണ്, അല്ലാതെ അനുസരിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ വിശ്വാസം. സത്യവിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ കാത്തുസൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. അല്ലാതെ അനുസരണത്തിൻ്റെ പേരും പറഞ്ഞ് വിശ്വാസത്യാഗം ചെയ്യാനുള്ള കടമ ഒരു വിശ്വാസിക്ക് ഇല്ല. ഈ വചനഭാഗം നമുക്ക് എപ്പോഴും ഓർക്കാം. അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരിക്കുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പോസ്തലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ 1915-16കളിൽ പോർച്ചുഗലിൻ്റെ മാലാഖയുടെ ദർശനം കുട്ടികൾക്കുണ്ടായിരുന്നു. അതിൽ 1916 ഒക്ടോബർ മാസത്തിലാണ് ഈ ദർശനം ലഭിച്ചത്. ലോക് ദെ കബേക്കോ എന്ന സ്ഥലത്തെ ഒലിവ് ഗ്രോട്ടോയുടെ സമീപത്തായിരുന്നു അവർ. പതിവ് പോലെ അവർ ജപമാല ചൊല്ലുകയും ദൂതൻ പഠിപ്പിച്ച പ്രാർത്ഥന പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ ദൂതൻ വീണ്ടും ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. കരങ്ങളിൽ കാസയും മുകളിൽ തിരുവോസ്തിയുമായിട്ടാണ് ദൂതൻ ഞങ്ങളുടെ സമീപത്തേക്ക് വന്നത്. തിരുവോസ്തിയിൽ നിന്നും കാസയിലേക്ക് തിരുരക്തത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു. തുടർന്ന് കാസയും പരിശുദ്ധ കുർബാനയും അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ലോകത്തിലെ എല്ലാ സക്രാരികളിലും സന്നിഹിതമായിരിക്കുന്ന ഈശോമിശിഹായുടെ തിരുശരീരത്തോടും തിരുരക്തത്തോടും തിരുമുഖത്തോടുമുള്ള അനാദരവുകൾക്കും അതിക്രമങ്ങൾക്കും ദൈവദോഷകരമായ അനാദരവുകൾക്കും നിസ്സംഗതയ്ക്കുമെതിരായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെയും അങ്ങയുടെ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അനന്ത യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനന്തരം എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയും കയ്യിലെടുത്ത് എന്നിട്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുന്നോടി എന്ന വണ്ണം ലൂസിയയ്ക്കും ഫ്രാൻസിസിനും ജസീന്തയ്ക്കും ഈശോയുടെ തിരുശരീരവും തിരുരക്തം നൽകുകയും ചെയ്തു. തിരുശരീരം ലൂസിയയ്ക്കും കാസായിലെ തിരുരക്തം ജസീന്തയ്ക്കും ഫ്രാൻസിസിനുമാണ് നൽകിയത്. ദുഷ്ടമനുഷ്യരാൽ തകർക്കപ്പെട്ട ഈശോയുടെ തിരുശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞാണ് മാലാഖ കുട്ടികൾക്ക് പരിശുദ്ധ കുർബാന നൽകിയത്. ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുക വഴി നിങ്ങൾ ഏകസത്യദൈവമായ യേശുവിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നും നന്ദിഹീനരായ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണെന്നും മാലാഖ പറഞ്ഞു. പരിശുദ്ധ കുർബാനയുടെ ക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത് ദൈവത്തിൻ്റെ നീതിയെ ലോകത്തിന്മേൽ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണെന്നും മാലാഖ മുന്നറിയിപ്പ് നൽകി. ആ ഫാത്തിമ ആസ്ഥാനമാക്കി ഒരു പുതിയ ഫ്രീമേസൺ ലോഡ് ആരംഭിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു മാലാഖമാരുടെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും പ്രത്യക്ഷീകരണങ്ങൾ. ഡെല്ല കിയേസ സുഗാർക്കോ മിലാനോ 2012 page 80 Fatima e la Passionate della Chiesa Sugarco Milano 2012 page 80. അതുകൊണ്ടാണ് ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ മാതാവ് പറഞ്ഞത്, 60കളിൽ നടക്കാനിരിക്കുന്ന ശിഥിലീകരണ സുനോദോസ് ദൈവഹിതമല്ല, സ്വർഗം ആഗ്രഹിക്കുന്നതല്ല എന്ന്. മേൽപ്പറഞ്ഞ ഈ 62 ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് പരിശുദ്ധ കുർബാന തകർക്കപ്പെട്ടത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഓർഡിനേഷൻ റൈറ്റ്സ് ഓഫ് പ്രീസ്റ്റ് ആൻഡ് ബിഷപ്സ് എങ്ങനെയാണ് മാറ്റി എഴുതപ്പെട്ടതും. മത്തായിയുടെ സുവിശേഷം
24 അധ്യായം 21 തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അതിഭയാനകമായ ഉഗ്രപീഡനം, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഉഗ്രപീഡനം അന്നുണ്ടാകും എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത്. അതേക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്. അതായത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും 3-ാം നൂറ്റാണ്ടിലെയും ക്രിസ്ത്യാനികളുടെ പീഡനങ്ങൾ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. എണ്ണയിൽ വറക്കുകയും തൊലി ഉരിയുകയും, ആൻഡ്രൂസിൻ്റെ തൊലി ഉരിയുകയും, സെലോറൻസിനെ എണ്ണയിൽ വറക്കുകയും, യോഹന്നാസിലെ 2.5 മണിക്കൂറോളം എണ്ണയിലിട്ട് വറക്കുകയൊക്കെ ചെയ്ത ഭീകര പീഡനങ്ങൾ, ക്രിസ്ത്യാനികളെ വന്യമൃഗങ്ങൾ വിട്ടുകൊടുക്കുക, തീ പന്തങ്ങളായി കത്തിച്ച് തീ പന്തങ്ങളായി ഉപയോഗിക്കുക എന്നുള്ള ഭയാനകമായ പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മത്തായിയുടെ സുവിശേഷം പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഉഗ്രപീഡനം അന്നുണ്ടാകും. അതൊരു അതിശയിപ്പിക്കുന്ന വചനമായിരുന്നു. അങ്ങനെ അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ കണ്ടെത്തിയത് സെന്റ് തോമസ് അക്വിനാസ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെന്റ് തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുള്ളത്, പ്രബോധനങ്ങളിൽ മാറ്റം വരുത്തി ജനങ്ങളെ മതിച്ചിട്ട് തുപ്പാനും പറ്റാത്തതും കച്ചിട്ട് ഇറക്കാൻ പറ്റാത്തതുമായ അവസ്ഥയിലേക്ക് മാറ്റും. പ്രബോധനങ്ങളിൽ മാറ്റം വരുത്തി വിശ്വാസികളെ അറിയാതെ പ്രമാണ ലംഘനങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും ആ ഉഗ്രപീഡനം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതായിരുന്നു. ഈ വത്തിക്കാൻ കൗൺസിലിലൂടെ, 2-ാം വത്തിക്കാൻ കൗൺസിലിലൂടെ തോമസ് അക്വിനാസ് പ്രവചിച്ച ആ ഉഗ്രപീഡനം ആരംഭിച്ചു കഴിഞ്ഞു. വത്തിക്കാൻ II കൗൺസിലിലൂടെ എങ്ങനെയാണ് ആരാധനാക്രമങ്ങളും പ്രത്യേകിച്ച് കുദാശകളുടെ കുദാശയായ പരിശുദ്ധ കുർബാനയും പുരോഹിതരുടെയും ബിഷപ്പ്മാരുടെയും ഓർഡിനേഷൻ റൈറ്റ്സ് എങ്ങനെ മാറ്റപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. ക്രേഡോ ഇൻ സ്പിരിത്വം സാങ്ക്തം, സാങ്ക്തം എക്ലീസിയാം കത്തോലിക്കാം, സാങ്ക്തോറും കൊമ്യൂണിയോണം, റെമിസിയോണം പെക്കത്തോറം, കാർണിസ് റിസറക്സിയോണം, വിതാം എത്തർനാം ആമേൻ. ഗ്ലോറിയ പാത്രി et Filii Spiritus Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. ആമേൻ. ആവേ മരിയ. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന കേരളത്തിലെ വിശ്വാസ സമൂഹമേ, ലോകവിജ്ഞാനത്തിന്റെ തിരതലലിൽ ഗുരുവിനെ മറന്നുപോയവരുടെ പഠനങ്ങളാൽ ചിന്തകളിൽ അസ്വസ്ഥരാകേണ്ട. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വാക്കുകളിലും വാചകങ്ങളിലും വിജ്ഞാന കസർത്തു നടത്തി പ്രമാണങ്ങൾ ലംഘിക്കാൻ ആരു തന്നെ പറഞ്ഞാലും അത് പാപമാണ്. യോഗ, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഹോളിസ്റ്റിക് ഹീലിംഗ്, അക്വപങ്ക്ചർ തുടങ്ങി ന്യൂ ഏജ് ആത്മീയതകളോട് ക്രൈസ്തവന്റെ സമീപനം എന്താകണമെന്ന് തിരുസഭ നിഷ്കർഷിക്കുന്ന പഠനരേഖകളായ ഒറാസിയോനിസ് ഫോർമാസ്, ജീസസ് ക്രൈസ്റ്റ് ദ ബെയർ ഓഫ് ദ വാട്ടർ ഓഫ് ദ ലൈഫ് എന്നിവയുടെ മലയാള പരിഭാഷയുടെ 2ാം ഭാഗം യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വിപണിയിൽ എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ വലിയ അനുഗ്രഹമാണിത്. പാലാരൂപതയുടെ സഹായമത്രാൻ അഭിവന്ദ്യ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എല്ലാ അജപാലകരും സഭാംഗങ്ങളും വായിച്ചു പഠിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ പുസ്തകമാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ. 1ാം പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ച അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് അവതാരികയിൽ ഇങ്ങനെ എഴുതി, ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിയുടെ മുന്നിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് എന്ന് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ വ്യക്തമായി കാണിച്ചു തരുന്നു. എന്തെന്നാൽ പാപത്തെപ്പറ്റി ശരിയായ ആശയത്തെയും ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിന്റെ ആവശ്യകതയെയും ന്യൂ ഏജിൽ കീഴ്മേൽ മറിക്കുന്നു. ഈ പുസ്തകത്തെപ്പറ്റി
ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ അതിർത്തി രേഖയും അതിർവരമ്പുകളും ഈ രേഖയിൽ പരിശുദ്ധ പാപ്പാമാർ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ധ്യാന രീതികൾ ആവിഷ്കരിക്കുന്നവരെ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ് യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ഇപ്പോൾ പോസ്റ്റ് വഴി ലഭ്യമാണ്. ഈ ഡോക്യുമെന്റിനെ ആധാരമാക്കി ബഹുമാനപ്പെട്ട വൈദികരും അൽമായ ശ്രേഷ്ഠരും എഴുതിയ ആർട്ടിക്കിൾസും നവയുഗ ആത്മീയതയും ക്രിസ്തീയ ആത്മീയതയും തമ്മിലുള്ള അന്തരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അടങ്ങിയ നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഇതിനോടൊപ്പം വാങ്ങി വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകം അഥവാ സഭയുടെ ഡോക്യുമെന്റ് വായിച്ചു മനസ്സിലാക്കാൻ നവയുഗ ആത്മീയത എന്ന ഈ ചെറുപുസ്തകം സഹായകമായിരിക്കും. ഈ പുസ്തകത്തിന്റെ വില 50 രൂപയും യേശുക്രിസ്തു ജീവജലത്തിന്റെ വാഹകൻ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിക്ക് 200 രൂപയുമാണ് വില. കോപ്പികൾ ആവശ്യമുള്ളവർ 9474644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി അയക്കേണ്ടതാണ്. ഫോൺ വിളികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ആവേ മരിയ 1944 സിസ്റ്റർ ലൂസിയ പകർത്തിയെഴുതിയ ഫാത്തിമ 3 രഹസ്യം സൂക്ഷിക്കപ്പെട്ടത് ഇവിടെ. 1960 മാത്രമേ ഈ രഹസ്യം മനസ്സിലാകൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞെങ്കിൽ 1960 മുൻപ് ലോകത്തിലും തിരുസഭയിലും എന്ത് സംഭവിച്ചു? ഫാത്തിമ 3 രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോസ് ഏത്? ആരാധനാക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോസ് ഏത്? ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ട ഏത്? ഫാത്തിമ 3 രഹസ്യത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയപ്പെടുന്ന 3 വ്യത്യസ്ത വ്യതിരക്ത വിശദീകരണങ്ങൾ ഏതെല്ലാം? ആരാണ് ഗ്രിഗറി 17 മാർപ്പാപ്പ? 1981 മെയ് 13 മുഹമ്മദ് അലി അഹ്ഗ എന്ന ഒരു വാടക കൊലയാളിയുടെ കയ്യിൽ നിന്നും ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത് ഫാത്തിമയിലെ 3 രഹസ്യത്തിൽ ഇടയ കുട്ടികൾ കണ്ട മാർപ്പാപ്പയുടെ രക്തസാക്ഷിത്വമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. എന്താണ് ഇതിലെ വൈരുദ്ധ്യങ്ങൾ? ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഫാത്തിമ 3 രഹസ്യത്തിലെ ഇനിയും മറഞ്ഞിരിക്കുന്ന ഭാഗമേത്? ഫാത്തിമ 3 രഹസ്യത്തിന്റെ കയ്യെഴുത്തു പ്രതി നശിപ്പിച്ചു കളഞ്ഞു എന്ന് ആധികാരിക സാക്ഷ്യങ്ങൾ. ഇതെല്ലാം സത്യമെങ്കിൽ സത്യത്തിൽ എന്താണ് ഫാത്തിമ 3 രഹസ്യം? ഫാത്തിമ 3 രഹസ്യത്തിന്റെ മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാതലായ ഭാഗങ്ങൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളുടെയെല്ലാം ആധികാരികമായ ഉറവിടങ്ങൾ ഏത്? ഇപ്രകാരമുള്ള അനേകം നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഫാത്തിമ 3 രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകം കേരളത്തിലുടനീളം ലഭ്യമാണ്. മാത്രമല്ല ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കോയമ്പത്തൂർ, ഗോവ, ഗുജറാത്തിലെ ജാംനഗർ, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് USA-യിലെ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും, ഓസ്ട്രേലിയ, UAE, അയർലൻഡ്, ന്യൂസിലൻഡ്, വിയന്ന, UK എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പുസ്തകത്തിന്റെ വിതരണത്തിനായി ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആവേ മരിയ.